ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ എക്സസൈസ് 6.3 ആണ് എടുക്കുന്നത്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10 മുതലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ എ സി ബി ആൻഡ് ഇ ജി എഫ് such that D and H lie on sides AB and FE of triangle ABC and EFG. ABC EFG എന്ന ട്രയാങ്കിളിന്റെ എ ബിയും എഫ് ഇ എന്നുള്ള സൈഡിലുള്ള പോയിന്റ് ആണ് ഡിയും എച്ചും. ഇഫ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു എഫ് ഇ ജി, രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, എ ബി സിയും എഫ് ഇ ജിയും. ഫിഗർ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ വരയ്ക്കുക എ ബി സി എഫ് ഇ ജി. അത് രണ്ട് ട്രയാങ്കിൾ ആണ് നമുക്ക് സിമിലർ ആയിട്ടുള്ളത്. അത് വരഞ്ഞു. അതിൽ നമുക്ക് ആദ്യം ഷോ ദാറ്റ് സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി ആണ്. സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ സി ബൈ എഫ് ജി. അപ്പൊ ഏത് ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് എ സി ഡി എന്നുള്ള ട്രയാങ്കിളും എഫ് ജി എച്ച് എന്നുള്ള ട്രയാങ്കിളും നമുക്ക് സിമിലർ ആയി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക, ഇതിന്റെ സൈഡ് നോക്കിയാലും മനസ്സിലാവും. സി ഡി എന്ന് പറയുന്നത് ജി എച്ച്, പിന്നെ വരുന്നത് എ സി ആണ്, എ സി എഫ് ജി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ ആണ് നമുക്ക് സിമിലർ ആവേണ്ടത്. തന്നിട്ടുള്ളത് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു എഫ് ഇ ജി ആണ്. എ ബി സി എഫ് ഇ ജിക്ക് സിമിലർ ആണെങ്കിൽ അതിന്റെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നു, ഇൻ ട്രയാങ്കിൾ, അതായത് ഏത് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആവേണ്ടത് ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ട്രയാങ്കിൾ എഫ് ജി എച്ച്, ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ആണ്. അതിന് റീസൺ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എഫ് ഇ ജി ആണ്. ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ടാണ് ആംഗിൾ എ ഏതിന് ഈക്വൽ ആയത്, ആംഗിൾ എഫിന് ഈക്വൽ ആയത്. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ആണ്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു എഫ് ഇ ജി. അത് സിമിലർ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ ആംഗിളും നമുക്ക് എന്ത് പറയാ, ഈക്വൽ ആണ്. സൈഡ്സ് മാത്രമാണ് പ്രൊപ്പോർഷണൽ. രണ്ട് സിമിലർ ട്രയാങ്കിളിൽ അതിൽ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ എ ആംഗിൾ എഫിന് ഈക്വൽ ആണ്, ആംഗിൾ ബി ആംഗിൾ ഇക്ക് ഈക്വൽ ആണ്, ആംഗിൾ സി ആംഗിൾ ജിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആംഗിൾ എയും എഫും ആണ് വേണ്ടത്. അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഈ ആംഗിൾ ആണ് ഈക്വൽ പറയേണ്ടത്. ഈ ആംഗിൾ ഈക്വൽ പറയാൻ വേണ്ടി, രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ നമുക്ക് എ സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ആ ആംഗിൾ ഈക്വൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ജി ആണ്. കാരണം ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയത് തന്നെയാണ് അതിന് റീസൺ. അപ്പൊ ഹാഫ് ഓഫ് ആംഗിൾ സി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും, ഹാഫ് ഓഫ് ആംഗിൾ ജിക്ക് ഈക്വൽ ആണ്. കാരണം സി ഡിയും ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ എ സി ബി ആൻഡ് ഇ ജി എഫ് എന്നാണ് പറയുന്നത്. എ സി ബിയുടെയും ഇ ജി എഫിന്റെയും ബൈസെക്ടേഴ്സ് ആണ് ഇത്. ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഈക്വൽ ആയിട്ട് ഈ ഹാഫും ഈക്വൽ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഒരു ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ഹാഫും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത്, അതായത് ഹാഫ് ഓഫ് ആംഗിൾ സി ഹാഫ് ഓഫ് ആംഗിൾ ജിക്ക് ഈക്വൽ ആണ്. റീസൺ സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടേഴ്സ് ആണ്. ബൈസെക്ടേഴ്സ് ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ആണെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ഓഫ് സി ഹാഫ് ഓഫ് ആംഗിൾ ജി എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച്. അപ്പോൾ രണ്ട് ആംഗിൾ നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ട് കിട്ടി. ആംഗിൾ എ, അതായത് എ സി ഡി എന്നുള്ള ട്രയാങ്കിളിലും എഫ് ജി എച്ച് എന്നുള്ള ട്രയാങ്കിളിൽ ആംഗിൾ എ ആംഗിൾ എഫിന് ഈക്വൽ ആണ്. അത് വേണമെങ്കിൽ ഡി എ സി എന്ന് എഴുതാം. അതുപോലെ എച്ച് എഫ് ജി മിഡിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. അത് രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ എ സി ഡി എന്നുള്ള ആംഗിൾ എഫ് ജി എച്ച് എന്നുള്ള ആംഗിളിന് ഈക്വൽ ആണ്. ദെർഫോർ ബൈ എ സിമിലാരിറ്റി. അപ്പൊ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ദെർഫോർ ബൈ എ സിമിലാരിറ്റി ട്രയാങ്കിൾ എ സി ഡി എന്നുള്ള ട്രയാങ്കിൾ ഏതിനാണ് നമുക്ക് സിമിലർ ആയിട്ടുള്ളത്, എ എന്ന ആംഗിൾ എഫ് എന്ന ആംഗിളിനാണ് ഈ ട്രയാങ്കിളിന് ഈക്വൽ. അതുപോലെ സി എന്ന ആംഗിൾ ജി എന്ന ആംഗിളിനാണ് ഈക്വൽ ആയിട്ടുള്ളത് എഫ് ജി എച്ച്. ട്രയാങ്കിൾ എ സി ഡി സിമിലർ ടു എഫ് ജി എച്ച്. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ. പക്ഷേ സിമിലർ ആയി കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് നമുക്ക് പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി നമുക്ക് ഇവിടെ എങ്ങനെയാണ്
ഈക്വൽ ആയിട്ട് കിട്ടുക? അതായത് സൈഡ്സ് AC ബൈ FG, ആദ്യത്തെ രണ്ടാണ് എടുക്കുന്നത്, ഇതിൽ ആദ്യത്തെ രണ്ട് FG ഈക്വൽ ടു CD ബൈ GH ഈക്വൽ ടു, അതായത് ഇത് രണ്ട് CD ബൈ GH ഈക്വൽ ടു, ഇനി AD ബൈ ഇത് വരും FH എന്ന് വരും. അപ്പോൾ AC ബൈ FG ഈക്വൽ ടു CD ബൈ GH, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. CD ബൈ GH വന്നു, AC ബൈ FG. അപ്പോൾ മൂന്ന് സൈഡ്സും നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആദ്യത്തത് ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അതിൽ രണ്ടാമത്തത് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ DCB സിമിലർ ടു ട്രയാങ്കിൾ HGE, അതായത് ഈ ഹാഫ് DCB സിമിലർ ടു HGE എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കൺസിഡറിങ് ട്രയാങ്കിൾ DCB ആൻഡ് ട്രയാങ്കിൾ HGE, ഈ രണ്ട് ട്രയാങ്കിളും നമുക്കറിയാം ആംഗിൾ B ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ Eക്ക് ഈക്വൽ ആണ്. അതായത് ആംഗിൾ DBC ഈക്വൽ ടു ആംഗിൾ HEG. റീസൺ, ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ FEG ആണ്. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് നമുക്ക് ABC സിമിലർ ടു FEG എന്നുള്ള ട്രയാങ്കിളിന് സിമിലർ ആയതുകൊണ്ട് അതിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുന്നു DBC ഈക്വൽ ടു ആംഗിൾ HEG. ഒരു ആംഗിൾ നമുക്ക് ഈക്വൽ ആയി കിട്ടി. ഇനി ഇവിടെ ബൈസെക്ടർ CDയും GHും ബൈസെക്ടർ ആയതുകൊണ്ട് ഈ ഹാഫും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹാഫ്, അതായത് ആംഗിൾ DCB എന്ന് പറയുന്നത് HGEക്ക് ഈക്വൽ ആയിരിക്കും. ആംഗിൾ DCB equal to angle HGE. CD and GH are bisectors ആണ്. ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട് ആ രണ്ട് ഹാഫും എന്തായാലും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ C ആംഗിൾ Gക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ഹാഫ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹാഫുകൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾ DCB ഈക്വൽ ടു ആംഗിൾ HG. Therefore by a similarity ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സിമിലർ ആണെന്ന് പറയുന്നത്. ഏതെല്ലാം ട്രയാങ്കിൾ DCB ആണ് നമുക്ക് ഇവിടെ സിമിലർ ടു ട്രയാങ്കിൾ DCB സിമിലർ ടു ഏതാണ് വരിക? HGE തന്നെയാണ് വരിക. അതായത് C എന്ന ആംഗിൾ G എന്ന ആംഗിളിനാണ് ഈക്വൽ ആയിട്ടുള്ളത്. അതുപോലെ B എന്ന ആംഗിൾ E എന്ന ആംഗിളിനാണ്. B ഇവിടെ ലാസ്റ്റ് ആണ്, ഇതിലും ലാസ്റ്റ് E കൊടുക്കുക, ബാക്കി H എന്നുള്ളത് തൊട്ടെഴുതുക. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി. ആദ്യത്തത് DCA സിമിലർ ടു HGF. ഇത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത അത് ഇക്വേഷൻ 1 എന്നിട്ട് എഴുതിയാൽ മതി. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സിമിലർ എന്ന് പ്രൂവ് ചെയ്തു. ആംഗിൾ A ആംഗിൾ Fന് ഈക്വൽ ആണ്. അതായത് ആംഗിൾ ACD ആംഗിൾ FGHന് ഈക്വൽ ആയതുകൊണ്ട് A സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ. ഇനി അടുത്തത് 11th ക്വസ്റ്റ്യനിൽ ഈ point on side CB produced of an isosceles triangle ABC. ABC എന്നുള്ള isosceles triangle CB പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള ഒരു പോയിന്റ് ആണ് E. വിത്ത് AB ഈക്വൽ ടു AC ആണ്. isosceles triangle നമുക്കറിയാം രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. AB ACക്ക് ഈക്വൽ ആണ്. അതുപോലെ ഇവിടെ എന്തൊക്കെയാണ്? AD പെർപെൻഡിക്കുലർ ടു BC ആണ്. EF പെർപെൻഡിക്കുലർ ടു AC ആണ്. AD പെർപെൻഡിക്കുലർ ടു BCയും EF പെർപെൻഡിക്കുലർ ടു AC. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ABDയും ECFും. ECF എന്നുള്ള ട്രയാങ്കിളും ABD എന്നുള്ള ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് AD പെർപെൻഡിക്കുലർ ടു BC ആയതുകൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ വരുമ്പോൾ ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എപ്പോഴും രണ്ട് ആംഗിൾ, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിളും 90 ഡിഗ്രി, അവിടെ ഒരു ആംഗിൾ നമുക്ക് ഈക്വൽ ആയി കിട്ടി. പിന്നെ എന്താണ് പറയുന്നത്? AB ഈക്വൽ ടു AC ആണ്. ഐസോസിസ് ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ബേസ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് ആംഗിളിൽ A സിമിലാരിറ്റിയിൽ ABD സിമിലർ ടു ECF എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ കൺസിഡറിങ് ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ECF, ഈ രണ്ട് ട്രയാങ്കിളിലും നമ്മൾ പറയുന്നു, അതായത് AB ഈക്വൽ ടു AC ആയതുകൊണ്ട് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ആണ്. സൈഡ്സ്, അതായത് ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണത്.
ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്, ഐസോസെലസ് ട്രയാങ്കിളിൽ രണ്ട് സൈഡ് ഈക്വൽ ആയാൽ അതിന്റെ ബേസ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ആംഗിൾ സിക്ക് ഈക്വൽ ആണ്. എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിലെ ആംഗിൾ ബി അതുപോലെ ഇ സി എഫ് എന്നുള്ള ട്രയാങ്കിളിലെ സിക്ക് ഈക്വൽ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ബി എന്ന് എഴുതുന്നതിന് പകരം ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എഫ് സി ഇ. ഏത് ട്രയാങ്കിളിലാണോ നമ്മൾ പറയുന്നത് അതിനനുസരിച്ച് എഴുതുക. എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിലെ ആംഗിൾ ബി അതുപോലെ ഇ സി എഫ് എന്നുള്ള ട്രയാങ്കിളിൽ എഫ് സി ഇ ഈക്വൽ ആണ്. അത് രണ്ടും ഈക്വൽ ആയി. ഇനി എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ ഇ എഫ് സി. റീസൺ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്, അതുപോലെ ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ സി ആണ്. പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആണ്. Therefore by a similarity triangle ABD similar to triangle ECF. ബി കറക്റ്റ് ആണ്. ബി സിക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്, ഡി എന്ന് പറയുന്നത് എഫിനാണ് ഈക്വൽ ആയിട്ടുള്ളത്. ഡി ഇതിൽ ലാസ്റ്റ് ആണ്, ഇവിടെ ലാസ്റ്റ് എഴുതുക. എ ബിക്ക് ഈക്വൽ ആയി. അപ്പൊ അങ്ങനെ ആ രണ്ട് ട്രയാങ്കിൾ എ സിമിലാരിറ്റിയിൽ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയി. സൈഡ്സ് എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ്സ് പി ക്യു ക്യു ആർ ആൻഡ് മീഡിയൻ പി എം ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഷോ ദാറ്റ് എ ബി സി സിമിലർ ടു പി ക്യു ആർ. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ പി ക്യു ആറിന് സിമിലർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എ ബി ബൈ പി ക്യു. സൈഡ്സ് എങ്ങനെയാണ് പ്രൊപ്പോർഷൻ? എ ബി പി ക്യൂനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. എ സി ബി സി ആണ്. ബി സി എ ബി ബൈ പി ക്യു ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എ ഡി ബൈ പി എം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഗിവൺ ആണ് ഇത്. ഇതില് നമുക്ക് എ ബി സി എന്നുള്ള ട്രയാങ്കിൾ പി ക്യു ആറിന് സിമിലർ ആവണം. അപ്പൊ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് സിമിലർ എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ മീഡിയൻ ആണ്, എ ഡി മീഡിയൻ, പി എം മീഡിയൻ ആണ്. ഇത് രണ്ട് പ്രൊപ്പോർഷണൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്നു. എ ബി ഡി ഇൻ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ പി ക്യു എം. ഈ രണ്ട് ട്രയാങ്കിളിലും നമ്മൾ ആദ്യം ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. അപ്പൊ ആംഗിൾ ബി ആംഗിൾ ക്യൂവിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ ഇൻക്ലൂഡഡ് സൈഡ്സും പ്രൊപ്പോർഷണൽ ആയി വന്നു കഴിഞ്ഞാൽ എ ബി സി സിമിലർ ടു പി ക്യു ആർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ആംഗിൾ ബി ആംഗിൾ ക്യൂവിന് ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആവണം. അതായത് എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ പി ക്യു എം എന്നുള്ള ട്രയാങ്കിളിന് സിമിലർ ആയി കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ആംഗിൾ ബി ആംഗിൾ ക്യൂവിന് ഈക്വൽ ആവുള്ളൂ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിലും എ ബി ഡിയിലും പി ക്യു എമ്മിലും നമുക്ക് എന്തൊക്കെ അറിയാം? എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ ഡി ബൈ പി എം എന്നുണ്ട് ഇവിടെ. അതുപോലെ ബി സി ബൈ ക്യു ആർ ആണ്. ബി സി ബൈ ക്യു ആർ, ബി സി എന്ന് പറയുന്നത് എ ഡി മീഡിയൻ ആയതുകൊണ്ട് അതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ബി സി എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഡി സി ആണ്. ബി സി എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഡി സി ആണ്. ബി ഡിയും ഡി സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മീഡിയൻ എന്ന് തന്നു കഴിഞ്ഞാൽ രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും. ബി ഡി ഡി സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ബി ഡി ഡി സിക്ക് ഈക്വൽ ആണെങ്കിൽ ബി സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2BD എന്ന് എഴുതാം. അതുപോലെ ഇവിടെ ക്യു ആർ എന്ന് പറയുന്നത് 2QM എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ബി സി ബൈ ക്യു ആർ എന്നുള്ളത് നമ്മൾ എന്ത് എഴുതുന്നു? 2BD ബൈ 2QM എന്ന് എഴുതുന്നു. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ ഡി ബൈ പി എം ഈക്വൽ ടു ബി ഡി ബൈ ക്യു എം. അപ്പോൾ മൂന്ന് സൈഡ്സും അവിടെ പ്രൊപ്പോർഷണൽ ആയി. Therefore by SSS similarity triangle ABD similar to triangle PQM. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ബൈ CPST കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. ഇത് ആംഗിൾ ബി ആംഗിൾ ക്യൂ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തത്. എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ പി ക്യു എമ്മിന് സിമിലർ എന്ന് പ്രൂവ് ചെയ്തത്. അപ്പോൾ ആംഗിൾ ബി ആംഗിൾ ക്യൂവിന് ഈക്വൽ ആയി. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ എന്നാണ്. എ ബി സി സിമിലർ ടു പി ക്യു ആർ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. അതുപോലെ അവിടെ സൈഡ്സ് നമുക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് തന്നിട്ടുണ്ട്. എ ബി ബൈ
പി ക്യു ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ആണ്. ബി സി നമുക്ക് എന്ത് കിട്ടി? ബി ഡി ബൈ, അതായത് ബി സി ബൈ ക്യു ആർ എന്ന് ഗിവൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ബിയും ബി സിയും മീഡിയൻ പ്രൊപ്പോർഷണൽ ടു സൈഡ്സ് പി ക്യു ക്യു ആർ ആൻഡ് മീഡിയൻ പി എം ഓഫ് പി ക്യു ആർ എന്ന്. അപ്പോൾ എ ബി ബൈ പി ക്യു ബി സി ബൈ ക്യു ആറിന് ഈക്വൽ ആണ്. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ബി ആംഗിൾ ക്യൂനും ഈക്വൽ ആണ്. ദെയർഫോർ ബൈ എസ് എ എസ് സിമിലാരിറ്റി, അതിന്റെ രണ്ടിനും കൂടി ഇടയിലുള്ള ആംഗിൾ ആണ് നമുക്ക് ഈക്വൽ ആയിട്ടും കിട്ടിയിട്ടുള്ളത്. ദെയർഫോർ ബൈ എസ് എ എസ് സിമിലാരിറ്റി ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. അങ്ങനെയാണ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ എന്ന് കിട്ടുന്നത്. പോയിന്റ് ഓൺ ബി സി സച്ച് ദാറ്റ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ബി എ സിക്ക് ഈക്വൽ ആണ്. ഈ ആംഗിൾ എ ഡി സി എന്നുള്ള ട്രയാങ്കിളിലെ ഈ ആംഗിൾ ബി എ സി എ ബി സി എന്നുള്ള ട്രയാങ്കിളിൽ എ എന്ന ആംഗിളിന് ഈക്വൽ ആണ്. ഷോ ദാറ്റ് സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുക. ഇവിടെ സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സി എ സ്ക്വയർ സി എ എന്നുള്ള സൈഡ് രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സി എ സ്ക്വയർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ ഏതെല്ലാം ട്രയാങ്കിൾ സിമിലർ ആവണമെന്ന് വെച്ചാൽ അതിൽ രണ്ട് ട്രയാങ്കിളിൽ ഒരു സൈഡ് എ സി എന്നുണ്ടാവണം. അപ്പോൾ എ സി എന്നുള്ള രണ്ട് ട്രയാങ്കിൾ ഇതിൽ ഏതൊക്കെയാണ് വരിക? എ ഡി സി എന്നുള്ള ട്രയാങ്കിളും എ ബി സി എന്നുള്ള ട്രയാങ്കിളും. ഇൻ ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി. കാരണം നമുക്ക് സി എ സ്ക്വയർ കിട്ടണം. അപ്പോൾ സി എ സി എന്നുള്ള സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ട്രയാങ്കിളിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആകുമ്പോൾ നമുക്ക് സി എ സ്ക്വയറിനുള്ള കിട്ടുള്ളൂ. അപ്പോൾ എ ഡി സി ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എന്താണ് ഗിവൺ? ട്രയാങ്കിൾ എ ബി സിയിലും എ ഡി സിയിലും ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എ ഡി സി എന്ന് തന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും സി കോമൺ ആണ്. സി എന്നുള്ള ആംഗിൾ കോമൺ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ സി ബി ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ ഡി സി എ. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഇത് കോമൺ ആണ്, ഇത് ഗിവൺ ആണ്. അപ്പോൾ therefore by a similarity triangle ABC similar to triangle A എന്ന ആംഗിൾ ഏതിനാണ് ഈക്വൽ? ഡി. സി രണ്ടിലും കോമൺ ആണ്, DAC. അപ്പോൾ ട്രയാങ്കിൾ ABC സിമിലർ ടു DAC. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? AB by DA ഈക്വൽ ടു BC by AC. AB DA BC AC ഈക്വൽ ടു AC by DC. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? CA സ്ക്വയർ ആണ് വരേണ്ടത്. അപ്പോൾ ഇത് രണ്ടും എടുക്കുക. BC by AC ഈക്വൽ ടു AC by DC. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു BC ഇൻറ്റു DC. അത് നമുക്ക് തന്ന പോലെ എഴുതുക. therefore CA സ്ക്വയർ ഈക്വൽ ടു CB ഇൻറ്റു CD. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ സ്ക്വയർ തന്നിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എടുക്കുമ്പോൾ ആ രണ്ട് സൈഡിലും AC വരുന്ന വിധത്തിലുള്ള ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ എന്നിട്ട് ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആകുമ്പോൾ അതിൻ്റെ സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്.